സ്കൂളിലെ PT പീരീഡിൽ കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് സ്കൂൾ അധികൃതർ യഥാസമയം ചികിത്സ നൽകിയില്ല എന്ന് പരാതി. നെയ്യാറ്റിൻകര കുന്നത്തുകാൽ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കാലത്തിന്റെ പുറത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. സാറിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓയിൻമെന്റ് വാങ്ങിയിട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞു ഇതൊന്നും ഇടണ്ട, ഇങ്ങോട്ട് വേണം പറഞ്ഞു കോറി ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇപ്പം ചെറുതായിട്ട് വേദനയുണ്ട്. നല്ല വേദനിച്ചോടെ ഞാൻ ഇന്നലെ നന്നായിട്ട് നല്ല വേദനിച്ചു. കാരണം കാലങ്ങ് മാറ്റാൻ. വൈകുന്നേരം മോള് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും നല്ല മുടന്തിയാണ് വന്നത്. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു എന്റെ കാല് നോക്കിയപ്പോഴത്തേക്കും കാലിന്റെ കണ്ണിന്റെ ഭാഗമൊന്നും കാണാൻ പറ്റില്ലായിരുന്നു, നല്ല നീരായിരുന്നു. നീര് കൊണ്ടൊന്നും തിരിച്ചറിയും, പണങ്കാലെല്ലാം നല്ല നീര്. ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഉച്ചയ്ക്ക് മുന്നേ PT പീരീഡ് പിന്നെ ഇങ്ങനെ ക്യൂ ആയിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് പുറകിൽ നിന്ന് ആരോ തള്ളി, അപ്പൊ കാല് മടങ്ങി വീണു. അപ്പോഴത്തേക്കും സാറിന്റെ അടുക്ക പറഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വാ, കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ നിന്റെ കാല് വേദനയൊക്കെ മാറും എന്ന് പറഞ്ഞ് സാറ് പിടിച്ച് നിർത്തി. ഈ കാല് വെച്ചിട്ട് തന്നെ കുറെ വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് വിട്ടത്. പിന്നെ ഓഫീസ് റൂമിൽ അവളുടെ കൂടെ പഠിക്കുന്ന 2 കുട്ടികൾ പോയിട്ട് ബാം വാങ്ങിക്കൊണ്ടുവന്ന് കാലിലൊക്കെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സ്കൂൾ ബസ്സിൽ കൊണ്ടുവന്ന് റോഡിൽ ഇറക്കി വിട്ടു. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഒരു കുട്ടിക്ക് അത്തരത്തിലൊരു പ്രശ്നം പരിക്ക് പറ്റി അധ്യാപകൻ വഴക്കു പറഞ്ഞു എന്നൊക്കെയാണ് കുട്ടി പറയുന്നത്. എന്താണ് സത്യത്തിൽ ഉണ്ടായത്? സ്കൂൾ അധികൃതരുമായി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത്? മൂത്തി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര കുന്നത്തുകാൽ ഗവൺമെന്റ് LP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. അതായത് രാവിലെ കുട്ടി PT പീരീഡിന് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കാലിന് പരിക്ക് പറ്റിയത്. ഈ വിവരം കായിക അധ്യാപകനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ വേദനയൊന്നും സാരമില്ല, ഇത് വെച്ച് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്താൽ മതി, തൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്നാണ് ആ ഘട്ടത്തിൽ അധ്യാപകൻ കുട്ടിയെ അറിയിച്ചത്. ഈ കുട്ടി കാലിന് നീരോട് കൂടിയാണ് പിന്നീട് ആ പീരീഡ് മുഴുവൻ ഈ PT പീരീഡ് മുഴുവൻ ആ കുട്ടി ഗ്രൗണ്ടിൽ ചിലവഴിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ കുട്ടിയുടെ കാലിൽ നീര് വർദ്ധിക്കുകയും സഹപാഠികൾ ചേർന്നാണ് സ്കൂളിലെ മെഡിക്കൽ റൂമിലെത്തി കുട്ടിക്ക് ബാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തത്. പക്ഷേ ഈ കായിക അധ്യാപകൻ ഈ കാര്യം ഗൗനിച്ചതേയില്ല. അതായത് കുട്ടിക്ക് അടിയന്തരമായി ചികിത്സ നൽകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയെ കൂടുതൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കാതിരുന്നുവെങ്കിൽ കുട്ടിയുടെ കാലിന് ഈ ലിഗമെന്റിന് ഇത്തരത്തിൽ പൊട്ടലുണ്ടാകില്ലായിരുന്നു എന്നാണ് അധ്യാപകർ കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂൾ പ്രിൻസിപ്പളുടെ വിശദീകരണം തേടിയിരുന്നു. അപ്പോൾ പറയുന്നത് ഒരു കായിക അധ്യാപകൻ എന്ന് പറയുന്നത് താൽക്കാലിക അധ്യാപകനാണ്, അദ്ദേഹം ശ്രദ്ധക്കുറവുണ്ടായിരിക്കാം, ഈ വിഷയം കൂടുതൽ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വിശദീകരണം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ സ്കൂളിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപം ഉയർന്നിരുന്നു. അതായത് സ്കൂളിൻ്റെ ഫീസ് നൽകാത്തതിന് കുട്ടിയെ വാഹനത്തിൽ കയറ്റാത്ത ഒരവസ്ഥയും ഈ സ്കൂളിനുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ ഈ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകാനാണ് ഈ കുട്ടിയുടെ കുടുംബം ഒരുങ്ങുന്നത്. കാരണം സാമ്പത്തികമായി ഏറെ താഴെ അവസ്ഥയിൽ നിന്നുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെത്തിയ കുട്ടി കാലിൽ വലിയ നീരുമായിട്ടാണ് കുട്ടി വൈകുന്നേരത്ത് സ്കൂൾ ബസ്സിൽ വീട്ടിൽ വന്ന് ഇറങ്ങിയത്. ആ സമയത്ത് കുട്ടി ആശുപത്രി എത്തിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി പോലും ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. തുടർന്ന് കുട്ടിയുടെ വേദന വഷളായതോടുകൂടി നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് രാത്രി കുട്ടി ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയുടെ കണ്ണിൻ്റെ ഭാഗത്ത് ലിഗമെന്റിന് ഫ്രാക്ചർ ഉള്ള കാര്യം കണ്ടെത്തുകയും ഉടൻ തന്നെ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തത്. എന്തായാലും വലിയൊരു വീഴ്ചയാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കാരണം കുട്ടി PT പീരീഡിന് പോകുന്ന വഴിക്കാണ് കുട്ടിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. കുട്ടി ആ സമയം തന്നെ അധ്യാപകനെ അറിയിച്ചതാണ്, സാർ കാലിന് എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, നല്ല വേദനയാണ്, കാലിൽ നീരുണ്ടെന്ന്. പക്ഷേ ആ സമയം അധ്യാപകൻ അത് ശ്രദ്ധിക്കാതെ മുഴുവൻ നേരവും പിന്നീടുണ്ടായ PT പീരീഡ് മുഴുവൻ ഈ കുട്ടിയെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയുടെ കാലിൽ ഇപ്പോൾ ഈ ഒരു പൊട്ടൽ ഉണ്ടായിരിക്കുന്നതെന്ന് ഇപ്പോൾ ഈ രക്ഷിതാക്കൾ പറയുന്നത്. എന്തായാലും കുട്ടിയാണ്. ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ അധ്യാപകരുടെ സുരക്ഷിതത്വത്തിലായിരിക്കും കുഞ്ഞുങ്ങളെന്ന് കരുതുന്ന സമയത്ത് ഇത്തരത്തിലൊരു വീഴ്ച അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ അത് മോശമായി പോയി. അങ്ങനെ കാലിന് വേദനയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷവും അധിക നേരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വഴക്കു പറഞ്ഞതായും കുട്ടി പറയുന്നുണ്ട്.